ഈശോയിൽ സ്നേഹം നൽകുന്നവരെ, ഇന്ന് നമ്മളെല്ലാവരും ബ്രദർ ഷാജിയുടെ 31ാമത്തെ വാർഷികത്തിനായിട്ട് നമ്മളെല്ലാവരും ഈ ദിവ്യബലിയിൽ പങ്കെടുത്ത് ബ്രദർ ഷാജിയുടെ ആ ഓർമ്മ ദൈവ തിരുസന്നിധിയിൽ നമ്മൾ വീണ്ടും പുതുക്കുകയാണ്. നമ്മൾ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞങ്ങൾക്ക് നീ നൽകിയ ഈ വലിയ ദാനം, ബ്രദർ ഷാജിയുടെ ജീവിതം, ആ ബ്രദറിന് അങ്ങ് നൽകിയ ദൈവത്തിൻ്റെ കൃപകൾ, വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക, ഇതെല്ലാം നമുക്കേവർക്കും ഇന്നും ഒരു പ്രചോദനമായി തീരുവാനും, നമുക്ക് മാത്രമല്ല അനേകർക്ക് ഒരു ഈശോ പറഞ്ഞിരിക്കുന്നത് പോലെ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 13 മുതൽ 16 വരെയുള്ള നിർവചനങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു വിളക്ക് ആകത്തക്ക വിധം ആ ജീവിതത്തിൻ്റെ പ്രകാശം കൂടുതൽ ശക്തമായിട്ട് പ്രശോഭിക്കട്ടെ എന്ന് നമ്മളുടെ ദൈവത്തിൻ്റെ പദ്ധതിയാണത്. തീർച്ചയായിട്ടും അത് പ്രശോഭിക്കും. പക്ഷെ നമ്മളുടെ പ്രാർത്ഥനകളും തിരുസന്നിധിയിൽ ഈ 31 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ വീണ്ടും അർപ്പിക്കുകയാണ്. നമ്മൾ ലേഖനത്തിൽ ശ്രവിച്ചു, പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്, മരിച്ചവരെ കുറിച്ച് പ്രത്യാശ ഇല്ലാത്തവരെ പോലെ നിങ്ങൾ വ്യസനിക്കരുത്, അവർ കർത്താവിൻ്റെ കൂടെയാണ്. തീർച്ചയായിട്ടും ഈ 31 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഓരോ വർഷവും നമ്മൾ അനേകര് ഇവിടെ ഈ ചെമ്പകപ്പാറയിൽ, ഈ കൊച്ചു ഗ്രാമത്തിൽ പല വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന് നമ്മളിവിടെ ഓരോ വർഷവും അനേകര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് ഒരു അനുഭവം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിശ്വാസം, ഈശോ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ശ്രവിച്ചത്. ആ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. ഇങ്ങനെ ഇതൊക്കെ അനേകര് തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് അറിയുന്നുണ്ട്. ഞാൻ എൻ്റെ തന്നെ വളരെ കൊച്ച് ഒരു സാക്ഷ്യം തന്നെ പറയുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ബ്രദർ ഷാജിയെ കണ്ടുമുട്ടിയത് 1994 ആദ്യമായിട്ട്. ബ്രദർ വിക്ടറിൻ്റെ ഭവനത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടിയത്. ബ്രദർ വിക്ടറിൻ്റെ ഒരു അടുത്ത ശിഷ്യൻ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, വിക്ടർ ബ്രദറിൻ്റെ ഏറ്റവും അടുത്ത ബ്രദറിന് കൊടുത്ത അതേ വചനത്തിൻ്റെ കൃപ, ശക്തി ഒക്കെയുള്ള ഒരു സഹോദരനാണ് ഷാജി ബ്രദർ. കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. ഞാനത് പ്രാർത്ഥന കൂടി 1 വർഷമായെങ്കിലും ഞാൻ ഈ ഷാജി ബ്രദർ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. അപ്പം എനിക്ക് തന്നെ അത്ഭുതം തോന്നി. എന്നിട്ട് ഈ സഹോദരൻ പറഞ്ഞു, അദ്ദേഹം പലപ്പോഴും അവിടെ വരാറുണ്ട്, വചനങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഗ്രൂപ്പിൽ വചനത്തിൻ്റെയൊക്കെ ശക്തിയുള്ള ഒരു ബ്രദറാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ പിന്നീട് വരുന്ന ഞായറാഴ്ചകളിലൊക്കെ ഞാൻ ഇങ്ങനെ ഉറ്റുനോക്കും, ഏതാണ് ഈ ഷാജി ബ്രദർ. ഇങ്ങനെ അടുത്ത ഞായറാഴ്ച വന്നു, കാണാൻ സാധിച്ചില്ല. പിറ്റേ ഞായറാഴ്ച വന്നപ്പം ഞാനിങ്ങനെ നോക്കുകയാണ്, ബ്രദറിൻ്റെ ചുറ്റുമൊക്കെ പിറ്റേ ബ്രദർ നമ്മൾ പ്രാർത്ഥന കൂടിയിരിക്കുന്നതൊക്കെ, കൊച്ചിയിൽ പോയി പ്രാർത്ഥന കൂടിയിരിക്കുന്ന അനേകർ നമ്മുടെ മധ്യത്തിലുണ്ട്. നമുക്കറിയാം, അനേകായിരങ്ങൾ ആ ബ്രദർ വിക്ടറിന് ദൈവം കൊടുത്ത ദൈവകൃപയിൽ ആശ്രയിച്ച് നന്ദി പറഞ്ഞ് അനേകര് അദ്ദേഹത്തെ സമീപിച്ച് തങ്ങളുടെ വിശ്വാസം, അദ്ദേഹം നൽകുന്ന വചനങ്ങൾ ശ്രവിച്ച് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ച് പലവിധ തങ്ങളെ പീഡിപ്പിക്കുന്ന പലവിധ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കുവാൻ കത്തോലിക്ക, എനിക്ക് തോന്നുന്നു കേരള കത്തോലിക്ക സഭ മുഴുവൻ, അല്ലെ കേരളത്തിൽ ഏറ്റവും അധികം
പ്രശസ്തനായിരുന്ന ഏവരും ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ബ്രദർ വിക്ടർ. പല ധ്യാനഗുരുക്കന്മാരും കേരളത്തിലുള്ള അന്ന് 90കളിലൊക്കെയുള്ള പല ധ്യാനഗുരുക്കന്മാരുമൊക്കെ ആർക്കും രക്ഷിക്കാൻ സാധിക്കാത്ത പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ പലരും പറഞ്ഞു വിടുമായിരുന്നു, നിങ്ങൾ വിക്ടർ ബ്രദറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തിന് അതിനുള്ള പ്രത്യേക കൃപയുണ്ട്. അങ്ങനെ അനേകായിരങ്ങൾ വന്നുകൂടുന്ന ആ ഞായറാഴ്ച പ്രാർത്ഥനയിൽ ഇങ്ങനെ ഈ ആഴ്ച ഞാൻ ശ്രദ്ധിച്ചു. രണ്ടാമത്തെ ആഴ്ച ശ്രദ്ധിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ബ്രദറിൻ്റെ അടുത്ത് കുറച്ച് മാറി നിന്ന് വളരെ ഒതുക്കമുള്ള ഒരു ചെറുപ്പക്കാരൻ. അതാണ് എൻ്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ടത്. വളരെ സൗമ്യത അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ പ്രസരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, സൗമ്യമായി. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 15 തൊട്ട് 21 വചനത്തിൽ ഈശോ കർത്താവിൻ്റെ ദാസനെ പറ്റി പറയുന്നുണ്ട്. പറയുകയാണ്, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അവൻ്റെ സ്വരം തെരുവീഥികളിൽ ആരും കേൾക്കുകയില്ല. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. മറിച്ച് നീതിയോടെ അവൻ വിശ്വസ്തയോടുകൂടെ നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ തളരുകയോ ക്ഷീണിക്കുകയില്ല. മങ്ങിയ തിരികെടുത്തുകയില്ല. ജനതകൾ അവനിൽ പ്രത്യാശ വയ്ക്കും. ഈശോയെ പറ്റി തന്നെ വിശേഷിപ്പിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, സൗമ്യശീലനും ശക്തനും ശാന്തനുമായ കർത്താവിൻ്റെ ദാസൻ. ഈ വചനങ്ങൾ പിന്നീടാണ് എനിക്ക് കൂടുതലായും എന്നെ ആഴത്തിൽ സ്പർശിച്ച്. എന്നാൽ ഈ സൗമ്യതയുള്ള ചെറുപ്പക്കാരൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ എൻ്റെ മനസ്സിൽ ഇതായിരിക്കുമോ ബ്രദർ ഷാജി? എനിക്ക് തീർച്ചയില്ല. പെട്ടെന്ന് അവിടെ ബ്രദർ വിക്ടർ അവിടെ ഒരു പൈശാചിക ബന്ധനങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി അവിടെ വന്നു. ബ്രദർ വിക്ടർ അദ്ദേഹത്തിന് വേണ്ടി ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ വ്യക്തി മറിഞ്ഞ് താഴെ വീണു. പിന്നീട് അനേകം വ്യക്തികൾ ഇങ്ങനെ ബ്രദർ വിക്ടറിനെ കാണുവാൻ വീണ്ടും വരികയാണ്. അപ്പോൾ ബ്രദർ വിക്ടർ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഷാജി ഇവിടെ അടുത്ത് വരിക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇതാണ് ഷാജി ബ്രദർ. ഷാജി ഇവിടെ അടുത്ത് വന്ന് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് ബ്രദർ തിരിഞ്ഞ് തന്നെ കാത്തിരിക്കുന്ന അനേകം വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ബ്രദർ ഷാജി വന്നു. ഉടനെ തന്നെ വിളിച്ച മാത്രയിൽ മുന്നോട്ട് വന്നു. അവിടെ മുട്ടുകുത്തി ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച നിമിഷത്തിൽ ബ്രദർ ഷാജി കൃത്യമായിട്ട് ഈ വ്യക്തിയെ പീഡിപ്പിച്ചിരിക്കുന്ന പലതരത്തിലുള്ള ബന്ധനങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവയെ ഓരോന്നിനെയും പ്രാർത്ഥിക്കുകയും നിമിഷങ്ങൾക്കകം ഈ വ്യക്തി സ്വതന്ത്രമാകുകയും ചെയ്തു. എന്നിട്ട് തിരിച്ച് തൻ്റെ സ്ഥാനത്തേക്ക് പോയി തിരിച്ച് അവിടെ വീണ്ടും ആ സൗമ്യതയോടുകൂടെ തന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാറുന്നു. എനിക്ക് മനസ്സിലായി, ഇതാണ് ഷാജി ബ്രദർ. എനിക്ക് ഈ ചെറുപ്പക്കാരനോട് വളരെ ഒരു ആകർഷണം എനിക്ക് തോന്നി. ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നത്, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? അപ്പം തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബ്രദർ വിക്ടറിനും ബ്രദർ ഷാജിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക കൃപയാണ്. തങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികളുടെ ആത്മാവിൻ്റെ അവസ്ഥ ഉടൻ തന്നെ ഗ്രഹിക്കുകയും അതിനനുസരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തത്. ബ്രദർ ഷാജി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പ്രകാരമാണ്. ഞാൻ ഇന്നും ആ പ്രാർത്ഥന ഓർക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥിച്ചത്, കർത്താവേ, ഈ സഹോദരൻ അങ്ങേക്ക് വേണ്ടി ഒത്തിരി ദാഹിക്കുന്നുണ്ട്. ഈ സഹോദരൻ ദാഹം അങ്ങ് വർദ്ധിപ്പിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വചനത്താൽ നിറയ്ക്കണം. അങ്ങനെയാണ് എനിക്ക് വേണ്ടി ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഉള്ളിൽ അനുഭവിച്ചിരുന്ന ഒരു അവസ്ഥയാണ്. ദൈവത്തിന് വേണ്ടി വലിയൊരു ദാഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ കൃത്യതയൊന്നും ഇല്ലായിരുന്നു. എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് ഒരു ദൈവവചനവും തന്നു. യോഹന്നാൻ 7:37 തൊട്ട് 39 വരെ. ഇതായിരുന്നു ബ്രദർ ഷാജിയുമായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച. നമ്മളിൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരു പക്ഷേ മായാത്ത സ്മരണ, ഒരിക്കലും ആർക്കും മായ്ക്കാൻ സാധിക്കാത്ത ഇപ്രകാരമുള്ള അനേകം സ്മരണകൾ നമ്മുടെ മുന്നിൽ, നമ്മുടെ ഹൃദയത്തിൽ എന്നും നമ്മൾ സൂക്ഷിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മൾ അനേകരാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ വരാത്ത ഒത്തിരി സഹോദരന്മാരുണ്ട്. എന്നാൽ ഈശോയുടെ സ്നേഹം പറഞ്ഞവരെ, നമ്മൾ ആ ബ്രദർ ഷാജിയുടെ ജീവിതത്തിനും ആ ദാനത്തിന് വേണ്ടി ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും അധികം
സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഇതാണ്. അദ്ദേഹം എന്തിനു വേണ്ടി തന്നെ ജീവൻ മുഴുവനായും ബലിയർപ്പിച്ചു. ആ വിശ്വാസത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി, ഈശോയിലുള്ള ജീവിതത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് ആവുന്നത്ര മാത്രമില്ല, പ്രതിജ്ഞാബദ്ധരായി നമ്മളും ഈശോയുമായിട്ട് ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ പരിശ്രമിക്കുന്നവരായി നമ്മളെ കണ്ടാൽ അതായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. പൗലോസ്ലീഹ പലപ്പോഴും തൻ്റെ സഭകൾക്ക് എഴുതുന്നത് പ്രകാരമാണ്. കൊളോസോസ് 2:5 ഞാൻ ശാരീരികമായി നിങ്ങൾക്ക് വിദൂരസ്ഥരാണെങ്കിലും ക്രിസ്തുവിലുള്ള നിങ്ങളുടെ അടിയുറച്ച വിശ്വാസവും ജീവിതക്രമവും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഫിലിപ്പിയർ 2:12 ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുമെന്ന്. അറിയാം, ബ്രദർ ഷാജി ഈ വചനം പലപ്പോഴായിട്ട് നമ്മളെ ഓർമ്മിച്ചിട്ടുള്ളതാണ്. ഞാൻ അകന്നിരിക്കുന്ന പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ. ഷാജിയുടെ സഹോദരിമാരിവിടെയുണ്ട്. മരിക്കുന്നതിന് തലേ ദിവസം അവർ ഞങ്ങളുമായിട്ട് മാത്രമല്ല, നിങ്ങൾ പലരുമായിട്ടൊക്കെ നേരിട്ട് പങ്കുവെച്ച കാര്യമാണ്. അവസാനമായിട്ട് പങ്കുവെച്ച കാര്യം ഓർപ്പിക്കാറുണ്ട്. ദൈവഭയത്തിൽ നിലനിൽക്കണം, നിങ്ങൾ ദൈവഭയത്തിൽ നിലനിൽക്കണം, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിലൊക്കെ നിലനിൽക്കണം ദൈവഭയത്തിൽ. ഇന്നും നമ്മൾക്ക് വീണ്ടും നമ്മളുടെ ആ ഒരു തീക്ഷ്ണതയും നമ്മുടെ അടി ഉറച്ച ആ തീരുമാനവും ഈശോയെ അനുഗമിക്കുവാനായിട്ട് അവസാനം വരെ അനുഗമിക്കുവാൻ വിശ്വസ്തതാപൂർവം നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് അനേകം കൃപകൾ സ്വീകരിച്ച വ്യക്തികളാണ്, കൃപകൾ സ്വീകരിച്ച കുടുംബങ്ങളാണ്. ഇന്നും നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ആ ബ്രദർ ഷാജിയിലൂടെ ശുശ്രൂഷയാൽ സ്പർശിക്കപ്പെട്ട ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആ കൃപകളൊക്കെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ. 2 തിമോത്തി 1:6-8 വരെയുള്ള വചനത്തിൽ പൗലോസ്ലീഹ തിമോത്തിയോസിനോട് ഓർപ്പിക്കുകയാണ്, നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിക്കുന്നു. നമുക്ക് എവർക്കും, ഞാനും നിങ്ങളും, നമുക്കും ഈ ദിവ്യബലിയെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിച്ച ആ ദൈവ കൃപകളെല്ലാം വീണ്ടും ഉജ്ജ്വലിപ്പിക്കപ്പെടുവാനും ബ്രദർ ഷാജിയൊക്കെ ആരംഭിച്ച പ്രവർത്തനം നമുക്കറിയാം. ബ്രദർ ഷാജി തൻ്റെ ജീവിതം സുവിശേഷത്തിന് വേണ്ടി ബലി അർപ്പിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങളെല്ലാവരും വിശുദ്ധ കുർബാന നയിക്കുന്ന ബ്രദർ ബ്രലിസൻ, അദ്ദേഹത്തോടൊപ്പം ഉള്ള ഞങ്ങളെ ഏവരും സാക്ഷ്യപ്പെടുത്തും. അന്ന് ഞങ്ങൾ ബ്രദർ വിക്ടറിൻ്റെയൊക്കെ കൂടെ, ഞങ്ങൾക്ക് അന്ന് 18-19 വയസ്സാണുള്ളത്. അന്ന് ബ്രദർ വിക്ടറിൻ്റെ കൂടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സംബന്ധിക്കുക, ഒരു നല്ല കാര്യത്തോട് ചേർന്ന് നിൽക്കുക, ഇത്രയുമൊക്കെയൊക്കെ ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നു. എന്നാൽ ബ്രദർ ഷാജിയുടെ മരണം ഞങ്ങളെയൊക്കെ ആ ചെറുപ്രായത്തിലും ഇരുത്തി ചിന്തിപ്പിച്ചു. ഞങ്ങളെ ഇരുവരെയും, ബ്രദർ രവിയുണ്ട്, മറ്റനേകം ഷാജിയുടെയൊക്കെ കൂടെയുള്ള മറ്റനേകം സഹോദരങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. നമ്മളെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിച്ചു, ഈ ബ്രദർ ഷാജി എന്തിനു വേണ്ടി മരിച്ചു, എന്തിനു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി മരിച്ചു, ഇനി എന്താണ് നമ്മുടെ ജീവിതം, ഇനി എന്തിനു വേണ്ടി ആയിരിക്കണം. ഞങ്ങളൊക്കെ അന്ന് ദൈവകൃപയാൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവായ വിക്ടർ ബ്രദർ പോലും അറിയുമായിരുന്നു ബ്രദർ ഷാജിയുടെ മരണം. ഇനി നമുക്കറിയാം, ബ്രദർ വിക്ടറിനെ നേരിട്ട് കണ്ടിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ തന്നെ ആ ഒരു തീക്ഷ്ണതയും കർത്താവിനോടുള്ള പ്രതിപത്തിയും നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹം പോലും പറയുമായിരുന്നു, ബ്രദർ ഷാജിയുടെ മരണത്തിന് ശേഷം എനിക്കൊരു നിമിഷം പോലും എനിക്ക് രണ്ടാമത്തെ ഒരു ചിന്ത മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഭയമോ, എനിക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ട് എന്നെ പുറകോട്ട് വലിക്കുന്ന എന്തെങ്കിലുമൊക്കെ എനിക്കുണ്ട്, അതൊക്കെ ഞാൻ അങ്ങോട്ട് ദൂരെ വലിച്ചു. ഞാനിനി പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ പിന്നാലെയാണ്. ബ്രദർ ഷാജിയുടെ മരണശേഷം നമുക്കറിയാം ബ്രദർ ഷാജിക്കുണ്ടായിരുന്ന തീക്ഷ്ണത. അവസാന കാലങ്ങളിലൊക്കെ
മരണത്തെ യാതൊരു ഭയവുമില്ലാതെ അമ്മയൊക്കെ പലപ്പോഴും ഓർമ്മിക്കാറുണ്ട്. മരണത്തെക്കുറിച്ച് പോലും പലപ്പോഴും ചാച്ചനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഈശോ സ്നേഹത്തിൽ നമുക്ക് ഓരോ വർഷവും നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നതും പ്രാർത്ഥിക്കുന്നതും നമുക്ക് ദൈവം നൽകിയ അമൂല്യമായ നിധി. നമുക്കറിയാം, നിങ്ങളിൽ പലരുമൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ നമ്മളൊരു പുസ്തകം, അത് ഷാജിയുടെ പേരിൽ, അത് ആദ്യം നമ്മളൊരു കൊച്ചു പുസ്തകമൊക്കെ ആയിട്ടാണ് നമ്മൾ വിചാരിച്ചത്. നമ്മുടെ ചെറിയ ഒരു സമൂഹത്തിനും ഇപ്പോഴത്തെ ഷാജി അറിയുന്ന ചിലർക്കുമൊക്കെ ഓർമ്മകൾ പുതുക്കുവാൻ. പക്ഷേ ഇന്ന് ആ പുസ്തകം നമ്മളിപ്പോൾ ഒരു വർഷമായി, എന്നാലും അതിൻ്റെ വ്യാപ്തി ഞങ്ങളാരും തുടങ്ങിയതിൽ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ വ്യാപിച്ചു. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് ഒരു കൊച്ചു പുസ്തകം കുറച്ച് പേർക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതല്ല, കേരള സഭയ്ക്കും മാത്രമല്ല ലോകത്തിൽ തന്നെ ഈ ജീവിതം അറിയിക്കേണ്ടതാണ്. ഈ ജീവിതത്തിൽ, കാരണം എഴുതുവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തന്നെ അത് അത് പരിമിതപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. അത്രമാത്രം കാര്യങ്ങളാണ് അത് ഷാജിയിൽ നിന്നൊക്കെ ലഭിച്ചത്. അത് ഒരു വലിയ ഒരു നിധിയായിരിക്കും ഈ സഭയ്ക്കും അനേകം പിതാക്കന്മാരുമൊക്കെ ഷാജിയുടെ ജീവിതം ഒക്കെ അതിന് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. അങ്ങനെ ആ ജീവിത മാതൃക നമ്മളെ എല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ. ഇന്നും ദൈവത്തിന് നമ്മൾ നന്ദി പറയുമ്പോൾ ആ ജീവിതം നമ്മുടെ മുൻപിൽ ഒരിക്കൽ കൂടെ തെളിഞ്ഞു വരുവാൻ, നേരിട്ട് നമ്മൾ ദർശിക്കുന്നില്ലെങ്കിലും, ശാരീരികമായി ദർശിക്കുന്നില്ലെങ്കിലും, ദൈവമേ ഞങ്ങളുടെ ആത്മാവിൽ ആ ജീവിതം എന്നും പ്രകാശിപ്പിക്കണമേ. ഒരിക്കലും ആ പ്രകാശം ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മായാതിരിക്കട്ടെ. ആ പ്രകാശത്തെ അനുഗമിക്കുവാൻ വിശ്വസ്തയോടുകൂടെ ഷാജി എപ്പോഴും ഓർമ്മിക്കാറുണ്ടായിരുന്നൊരു വാക്കാണ് വിശ്വസ്തത. വിശ്വസ്തനായിരിക്കുക. അങ്ങനെ നമുക്ക് ലഭിച്ച ആ കൃപകളോടൊക്കെ വിശ്വസ്തനായിരിക്കുവാൻ, ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, അങ്ങനെ നമ്മളുടെ ഷാജി ഈ ഇടവകയ്ക്ക് വേണ്ടി തന്നെ എത്രയോ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നതാണ്. 88 കാലഘട്ടങ്ങൾ തുടങ്ങി ഈ ഇടവകയെ നവീകരിക്കുവാൻ, അതിനുശേഷം ഇവിടെയുള്ള ഈ പ്രദേശത്തെ മുഴുവൻ ഓരോ ഭവനങ്ങളിലും, ഇവിടെയുള്ള ചുറ്റുമുള്ള ഇടവകകളിലും, ഈ പ്രദേശത്തുള്ള ഈ ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലും ആവുന്നത്ര ആൾക്കാരിലേക്ക് ഈശോയുടെ സുവിശേഷം എത്തിക്കുവാൻ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ താൻ കണ്ടുപിടുന്ന ഓരോ വ്യക്തികൾക്കും, അവർ പുരോഹിതരാകട്ടെ, സമർപ്പിതരാകട്ടെ, അൽമായരാകട്ടെ, വളരെ വിശ്വസ്തത ഓരോ വ്യക്തിയോടും കുടുംബങ്ങളോടും വളരെ വിശ്വസ്തയോടുകൂടി അദ്ദേഹം ശുശ്രൂഷിക്കുന്നു. ഈശോ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു വലിയ വലിയ ദാനം നമ്മുടെ ഹൃദയത്തിൽ തന്നെ വഹിച്ചുകൊണ്ട് വിശ്വസ്തയോടുകൂടെ അദ്ദേഹം നമുക്ക് നൽകിയ ആ വിശ്വാസത്തെ പിൻചെല്ലുവാൻ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിൽ നമുക്കുള്ള എല്ലാ കുറവുകളെയും ദൈവം ഒരിക്കൽ കൂടെ ഈ ഒരു ദിവ്യബലിയിലും ദൈവമേ പരിഹരിക്കണമേ, ഞങ്ങളെ വീണ്ടും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് തുടരാം.